അപ്പോൾ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. അപ്പോൾ നമ്മളെല്ലാം അവരും അറിഞ്ഞു നമ്മുടെ വയനാട്ടിൽ സംഭവിച്ചു നമ്മുടെ നാടിനെ നടുക്കിയ ഒരു വലിയ ദുരന്തമാണല്ലേ. അവിടുത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഒത്തിരി മനുഷ്യജീവിതങ്ങൾ നഷ്ടമായില്ലേ. ഒത്തിരി ഉറ്റവരും ഉടയവരും ബന്ധുമിത്രാദികളും സ്നേഹിതരും എല്ലാവരും നഷ്ടമായൊരു ആരോരുമില്ലാത്തവർ പോലും ഉണ്ട്. അപ്പോൾ അവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കുക. അതാണ് അവർക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും ഒരു ഇത് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ അവർക്ക് ഭക്ഷണ സാധനങ്ങൾ, അതുപോലെ തന്നെ മറ്റാവശ്യങ്ങൾ, അതുപോലെയുള്ള സാധനങ്ങൾ കൊണ്ട് അങ്ങനെ വാങ്ങിക്കൊടുത്ത് സഹായിക്കാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്ത് സഹായിക്കുക. അവയൊക്കെ അതിന് വേണ്ടിയൊക്കെ കളക്ഷൻ സെൻറ്ററുകളുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ അവരോട് ബന്ധപ്പെട്ട് എന്തൊക്കെ ആവശ്യങ്ങളാണെന്ന് വെച്ചാൽ അതൊക്കെ ഒന്ന് സഹായിക്കാൻ പറ്റുന്നവർ ഒക്കെ അങ്ങനെ ചെയ്ത് സഹായിക്കാം. മറ്റുള്ളവർക്ക് അവർക്ക് വേണ്ടി ആ നാടിന് വേണ്ടി പ്രാർത്ഥിക്കുക. എവിടെയാണ് എന്താ സംഭവിക്കണമെന്നൊന്നും നമ്മളാരും തന്നെ സേഫ് അല്ല അല്ലേ. ആർക്കും സേഫാണെന്ന് പറയാൻ പറ്റില്ല. എപ്പോൾ വേണമെങ്കിലും എവിടെയും എന്തും സംഭവിക്കാം. അതുകൊണ്ട് നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നമ്മളെക്കൊണ്ട് പറ്റണ സഹായം നമുക്ക് ചെയ്യുകയും ചെയ്യാം അല്ലേ. അതാണ് നമ്മളെക്കൊണ്ട് സാധിക്കുക. അപ്പോൾ ഇങ്ങനെ ഓരോ സംഭവങ്ങൾ കാണുമ്പോൾ നമുക്ക് വീഡിയോ ഇടാനോ അങ്ങനെയൊന്നും നമുക്ക് തോന്നില്ലല്ലോ. ഇങ്ങനെ ഓരോ നടുക്കങ്ങൾ നമ്മളെപ്പോലുള്ള സഹോദരങ്ങൾ തന്നെയല്ലേ അവരും. നമ്മളെപ്പോലുള്ള ജീവിതങ്ങൾ ജീവിക്കാൻ അവകാശപ്പെട്ടവരല്ലേ. അവർക്കല്ലേ ഇതൊക്കെ സംഭവിക്കാൻ. അത് ഓർക്കുമ്പോൾ നമ്മുടെ ചങ്കിന് ഒരു ഇത്. അതുകൊണ്ടാണ് ഈ വീഡിയോ ഇടാനൊക്കെ ലേറ്റ് ആവണത് കേട്ടോ. അപ്പോൾ ഓരോ ദുരന്തങ്ങൾ വരുമ്പോഴും നമുക്ക് ദൈവത്തിൻ്റെ കരുണയ്ക്കായി വേണ്ടി പ്രാർത്ഥിക്കാം. അല്ലാണ്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്. കരുണയായിരിക്കണേ എന്ന് പ്രാർത്ഥിക്കുക, അല്ലാണ്ട് വേറെ മാർഗമില്ല. അമ്മ കാട്ടുവെള്ള പറിച്ചോണ്ടിരിക്കുന്നേ. ഇവിടെ കാട്ടുവെള്ള അല്ലാതെ ചേമ്പ് തോരൻ വെക്കാൻ വേണ്ടി കണ്ടോ. കാണിച്ചു തരാട്ടോ എങ്ങനെയാന്ന്. എടാ ഇത് കാട്ടുവെള്ള അല്ലടാ, പണ്ടത്തെ ഒന്നാന്തരം കറിയാണ് കണ്ടോ. ഈ ചേമ്പില്ലേ, ഈ ചേമ്പിൻ്റെ ഇങ്ങനത്തെ കൂമ്പലയില്ലേ, കൂമ്പല എടുക്കണം. എന്നിട്ട് ഇത് കെട്ടണം. അമ്മച്ചിയൊക്കെ നമുക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ ഈ മഴയത്ത് അതൊന്ന് പരീക്ഷിക്കാമെന്ന് ഓർത്ത് ഞാൻ ഇറങ്ങിയതാണ്. നമുക്ക് നോക്കാം, ഉണ്ടാക്കി നോക്കാവേ. നമ്മൾ ഉണ്ടാക്കാറുള്ളതാണ്. ഇതിൻ്റെ കൂമ്പല വേണം. ഇത്ര ഇല കിട്ടിയിട്ടുണ്ട്. ഇതുകൊണ്ട് നമുക്ക് പോയി ബാക്കി പരിപാടി ചെയ്യാവേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഈ ചേമ്പില്ലേ, ചേമ്പ് കൊണ്ട് നമ്മുടെ പഴയ കാലത്തെ അമ്മമാരൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ചേമ്പല പുളിയൊക്കെ ഇട്ട് വെച്ച് ഉണ്ടാക്കണ തോരനില്ലേ, അതാണ് ഉണ്ടാക്കണേ കേട്ടോ. നല്ല അടിപൊളിയാണ്. അപ്പം ഞാൻ കുറേ ചേമ്പലയൊക്കെ പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അത് നിന്നിട്ട് കഴുകി മഴയൊക്കെയാണ് നല്ല ഫ്രഷായിട്ടാണ് ഇരിക്കണേ. അപ്പം അതിനി എങ്ങനെ ഉണ്ടാക്കണേന്ന് നമുക്ക് നോക്കാം. ഈ ചേമ്പല പതിയെ ഇങ്ങനെ കീറിയിട്ട് പതിയെ ഇങ്ങനെ തെറുത്തെടുക്കണം കണ്ടോ. ഇങ്ങനെ തെറുത്തെടുത്തിട്ട് ഇതിങ്ങനെ അങ്ങ് കെട്ടണം, അഴിഞ്ഞു പോകണ്ട. ഉണ്ടോ, ഇങ്ങനെ ഇരിക്കും. ഇങ്ങനെ കെട്ടി നമുക്കൊരു ചട്ടിയിലേക്ക് ഇത് കഴുകി അങ്ങ്, ഞാൻ ഇല ഓൾറെഡി കഴുകി എടുത്തേക്കണേ. നമുക്കങ്ങനെ തെറുത്ത് കെട്ടിയെടുക്കാം. കെട്ടിയില്ലെങ്കിൽ ഇത് അഴിഞ്ഞു പോവേ. അങ്ങനെയാണ് കണ്ടോ, സിമ്പിളാട്ടോ. ഇതിങ്ങനെ ഇരുന്നാൽ മതി. ഒരല്ല ഫുൾ ഒറ്റ ഇലയായിട്ട് നമുക്ക് എടുക്കണ്ട. അതിങ്ങനെ പതിയെ കീറി അത് കെട്ടി എടുത്താൽ മതി കേട്ടോ. ഒത്തിരി ഒന്നും വേണ്ട, നമ്മുടെ ആവശ്യത്തിന്. ഇതും കെട്ടിയെടുത്തിട്ടുണ്ട്. ഒരു ചേമ്പല എത്ര വലിയ കൂമ്പലയൊക്കെ വലിയ ഇതായിരിക്കില്ല. അതിങ്ങനെ കീറിയാൽ മതി കേട്ടോ. കീറിയിട്ട് ഇങ്ങനെ തെറുത്തെടുക്കാം കണ്ട. പണ്ട് കാലത്ത് ഇതൊന്നും നമ്മളിപ്പോൾ ചേമ്പല എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ഒരു ഇത് തോന്നൂല്ലേ. പക്ഷെ നല്ല കേട്ടോ, പുളിയൊക്കെ ഇട്ട് വയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് കണ്ടിട്ടൊന്ന് ഇഷ്ടപ്പെട്ടൊന്ന് ചെയ്ത് നോക്കുക കണ്ടോ. ഇതിങ്ങനെ ഇരിക്കും കെട്ടി വരുമ്പോൾ. പലർക്കും ഈ ചേമ്പ് കാണുമ്പോൾ ഓർക്കും ചൊറിച്ചിൽ വരില്ലേ എന്നൊക്കെ. ചൊറിച്ചിലൊന്നും വരില്ലായിട്ട് നമ്മുടെ മക്കൾക്ക് വരെ ഇഷ്ടപ്പെടുന്ന ഒരു നല്ല ടേസ്റ്റുള്ള ഒരു കറി കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെടുന്നവരൊന്ന് ഉണ്ടാക്കി നോക്കട്ടോ. അപ്പോൾ ഞാൻ ഇതെല്ലാം ഉണ്ടാക്കണം, ഇങ്ങനെ തെറുത്തെടുക്കണം, കാണിക്കണില്ല. ഇനി ഇത് ഫുള്ളൊന്ന് തെറുത്തെടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ ആ ചേമ്പലയൊക്കെ നന്നായിട്ട് കെട്ടി നല്ല മടക്കി ഇതാക്കി ഇത്രയൊക്കെ മതി കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ട അരപ്പെന്ന് പറഞ്ഞാൽ, അപ്പോൾ നമ്മൾ ചേമ്പലയൊക്കെ നന്നായിട്ട് കെട്ടി മടക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്നാ വേണ്ടേ, ഇതിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കണം. തേങ്ങ ചിരണ്ടണം. തേങ്ങ നന്നായിട്ട് ചേർന്നാലാട്ടോ ഇതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാനൊന്ന് തേങ്ങയൊക്കെ ചിരണ്ടി എടുത്തുകൊണ്ട് വരാം. അപ്പോൾ ഞാൻ ഈ ചേമ്പിനുള്ളത് തേങ്ങയൊക്കെ അരച്ചെടുത്തിട്ടുണ്ട്. അരമുറി തേങ്ങയുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കതൊരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഞാനൊരു 5-6 ഉള്ളി
ചെറുള്ളി ഇല്ലേ എടുത്തിട്ടുണ്ട്, അത് ഇട്ട് കൊടുത്തു. നമുക്ക് വേണ്ടത് കാന്താരി മുളക്. നമ്മുടെ ഈ കാന്താരി മുളക് കണ്ടിട്ടുണ്ടോ, നമ്മുടെ ഈ എന്താ ഞൊട്ടാഞ്ഞൊടിയും പോലെ ഇരിക്കണേ കണ്ടാൽ നമ്മുടെ പൊന്നൂസൊക്കെ കണ്ടാൽ ഇത് മിഠായി നമ്മൾ കടിച്ചെടുക്കും കണ്ടോ, നല്ല എരിവാട്ടാം. അപ്പം അതുപോലത്തെ ഒരു 4 മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി 2 കുരുമുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇത്രയും കൂടെ ഇട്ട് നമുക്കൊന്ന് ഒതുക്കിയെടുക്കണം. മല്ലിപ്പൊടിയും കൂടെ ഇതിന് വേണ്ടി ആവശ്യമുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ അല്പം മല്ലിപ്പൊടിയും കൂടെ ഈ തേങ്ങയുടെ കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുവാണേ. ഇനി നമുക്കൊന്ന് ഒതുക്കിയെടുക്കാം. അപ്പോൾ തേങ്ങയൊക്കെ ഞാൻ ഒതുക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ പരുവത്തിന് ഇതെല്ലാം ഈ ചേമ്പിൻ്റെ കൂടെ ഞാൻ ഇട്ട് കൊടുക്കുക കേട്ടോ. വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ. ഈ ജാറൊന്ന് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ച് അല്പം ഒന്ന് ഒഴിച്ചു കൊടുക്കണേ. ഇനി നമുക്ക് എന്താ വേണ്ടേ, ആവശ്യത്തിന് ഉപ്പ്, ഉപ്പും കൂടെ. ഇനി ഒരു ഇൻഗ്രീഡിയൻറ്റ് വേണം. എന്താണെന്നറിയാമോ, നമ്മുടെ കുടംപുളി. ഞാൻ ഇത്ര ഉള്ളൊരു കുടംപുളിയാണ് എടുത്തേക്കണേ. അപ്പോൾ ഇത് നന്നായിട്ട് കീറി എടുക്കാം കേട്ടോ, ചെറിയ ചെറിയ പീസ്. ഇത് ഒന്നായിട്ടിടുമ്പോൾ ഇതെല്ലാ ഭാഗത്തേക്കും അങ്ങ് സ്പ്രെഡ് ചെയ്യില്ല. അപ്പം ഞാൻ പുളി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അങ്ങിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമുക്ക്. അപ്പം ഇത് പതിയെ ഉണ്ടോ, ഇതൊക്കെ അഴിയാൻ തുടങ്ങണമുണ്ടോ. അപ്പോൾ ഒത്തിരി വലിയ ഇളക്കാൻ പോണ്ട. നമുക്ക് ഇത് പതിയെ ഒന്ന് ആവി കയറിയിട്ട് നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഇളക്കി വറ്റിച്ചെടുക്കാം കേട്ടോ. വെള്ളം ഒട്ടും ഒഴിക്കരുത് കേട്ടോ. അപ്പം ഞാൻ ഇനി ഇത് മൂടിയിട്ട് അടുപ്പ് വയ്ക്കുകയാണ് കേട്ടോ. നമ്മുടെ കറിക്ക് നല്ല ആവി വന്നു തുടങ്ങി. പതിയെ ഒന്ന് ഇളക്കിയിടാം കേട്ടോ. ഇനി അതിൻ്റെ ഇതൊന്നും അഴിഞ്ഞു പോകുമൊന്നുമില്ല കേട്ടോ, അതങ്ങ് ഒതുങ്ങിയില്ലേ. നന്നായിട്ട് തീയൊക്കെ കുറച്ചിട്ട് ഇളക്കി നന്നായിട്ട് പറ്റിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ താളിതോരനൊക്കെ ഒന്ന് ഇളക്കിയിട്ട് ഞാൻ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നാട്ടോ ഒരു കാര്യം ഒന്ന് കാണിച്ചു തരാം. ഒരു ചെറിയ സന്തോഷം ഉണ്ടോ, നമ്മുടെ ചെമ്പരത്തിയുടെ നമ്മുടെ റോസിൻ്റെ പൂ കണ്ടോ, നല്ല രസം. ഇതങ്ങനെ കാണാറുള്ള കളറല്ല കേട്ടോ. ഇതിന് മുന്നേ ഒരെണ്ണം ഉണ്ടായിരുന്നു, അതെനിക്ക് കാണിക്കാൻ പറ്റിയില്ല. ഇത് പതിയെ ഇടർന്നു തന്നെ ഉള്ളൂ കണ്ടോ. റോസിൽ ആ വെള്ളത്തുള്ളികളൊക്കെ ഇരിക്കുമ്പോൾ എന്ത് രസമല്ലേ, നല്ല കളറാട്ടോ. നമ്മുടെ പ്യുവർ റെഡ് കളറല്ല, നല്ലൊരു ഇത് വിടർന്ന് വരുമ്പോൾ കണ്ടോ, ഇത് ഉള്ളിലെ ഷെയ്ഡ് ഒരു യെല്ലോ കളർ കണ്ടോ, നന്നായിട്ട് വിടർന്ന് വരും കേട്ടോ, നല്ല രസമാണ്. അടുത്ത റോസൊക്കെ നമുക്കിവിടെ വിടർന്ന് നിൽക്കുന്നുണ്ട്. മഴയായതുകൊണ്ട് എല്ലാം ഒരു മാതിരി ഇരിക്കുക കേട്ടോ. റോസൊക്കെ പകുതി ഇത് തിന്നും. എന്നാലും ഇത് കണ്ടോ എത്ര ലെയേഴ്സാണ്. ഒത്തിരി വലിയ പൂവൊന്നുമല്ല, ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. രസം, നല്ല കളർ കണ്ടോ. ഇതല്ലേ നമുക്ക് സാധാരണ റോസ് ഉണ്ടാവാറുള്ളൂ. ആദ്യത്തെ റെഡ് ഒരു വെറൈറ്റി അല്ലേ. നമ്മുടെ ഈ താളുകറി അടുപ്പത്ത് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പറ്റില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇത് എപ്പോഴും ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടി പിടിക്കാൻ. നമ്മളങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുക്കണില്ലല്ലോ, താളിൽ ഒത്തിരി അങ്ങനെ വെള്ളമൊന്നുമില്ല. അപ്പോൾ ഇതിങ്ങനെ ഇളക്കി ഡ്രൈ ആക്കി എടുക്കണേ അനുസരിച്ചാണ് ഇതിൻ്റെ ടേസ്റ്റ് വരുന്നത് കേട്ടോ. ഇത് ഏകദേശമൊക്കെ ഡ്രൈ ആയി കിട്ടിയിട്ടുള്ളൂ, ഒത്തിരി താമസമൊന്നും ഇല്ല കേട്ടോ. നമ്മുടെ ഇത് വേവാൻ എത്ര താമസമുണ്ട്. അപ്പം ഞാൻ ഇതൊന്ന് പതിയെ ഒന്നെടുത്ത് ടേസ്റ്റ് നോക്കാം, പുളിയൊക്കെ കൂടിയോ നമുക്ക് നോക്കട്ടെ കേട്ടോ. പുളിയൊക്കെ പാകത്തിനുണ്ട്. എന്നാലും ഞാൻ 1-2 കഷ്ണമൊക്കെ എടുത്ത് കളയുകയും ബാക്കി ഇവിടെ കിടന്ന് തേങ്ങയും മുളകും ഉണ്ട്, ഉപ്പും പാകത്തിന്, അല്ല ചെറിയ നമ്മുടെ ഇതിൻ്റെ കുരുമുളകിൻ്റെ ടേസ്റ്റും മല്ലിപ്പൊടിയുടെ ടേസ്റ്റും എല്ലാം കൂടെ അടിപൊളി ഇടണം. ആവി പൊങ്ങുന്നുണ്ട്, നല്ല മണമുണ്ട് കേട്ടോ. അടിപൊളി, നല്ല മീൻകറി നാലുണ്ട്. കണ്ടോ നമ്മുടെ കറി കണ്ടോ, നമ്മളെ താളാന്ന് തോന്നുകയേ ഇല്ല കണ്ടോ. നല്ല ഡ്രൈ ആയി, നല്ല ടേസ്റ്റാട്ടോ. പാകത്തിന് പുളിയൊക്കെ കൂടുമ്പോൾ ഉണ്ടല്ലോ, ഇതിങ്ങനെ ഇളക്കി ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ. ഞാൻ വെട്ടത്തിൻ്റെ വിഷയമുണ്ടല്ലോ, ഞാൻ അപ്പുറത്തേക്ക് എനിക്ക് കാണിച്ചു തരാം. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുവാണ്. കണ്ടോ നമ്മുടെ അടിപൊളി താളിൻ്റെ തോരൻ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് കണ്ടോ. ഇത് കണ്ടാൽ താളാന്ന് തോന്നുകയില്ല കേട്ടോ, നല്ല ടേസ്റ്റ്. നമുക്ക് ചോറിനാനുണ്ടല്ലോ ഇടിയുണ്ടല്ലോ അടിപൊളി. വേറെ അങ്ങനെ കറി ഒന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഈ പുളി ഇടുമ്പോഴെന്ന് വെച്ചാൽ
പുളി ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ പുളി 1-2 കഷ്ണം എടുത്ത് കളയാം, അല്ലെങ്കിൽ പിന്നെ ഒത്തിരി പുളിയായി പോയാലോ. അതുകൊണ്ട് ഞാൻ എടുത്ത് കളയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സൂപ്പർ തോരൻ കറിയൊക്കെ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ ഇടണം. പിന്നെ നമ്മുടെ പേജൊന്ന് ഫോളോ ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലിട്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. അടുത്ത ദിവസം അടിപൊളി വീഡിയോ കാണും വരെ എല്ലാവർക്കും ബൈ ബൈ.